സുഹൃത്തുക്കളെ, നമ്മൾ ഇത്ര നേരം കണ്ടത് ഒരു ബീഫിന്റെ അടിപൊളി കറി ഉണ്ടാക്കാനുള്ള വീഡിയോ ആണ്. ആദ്യം ബീഫ് നന്നായി കഴുകിയിട്ടു, പിന്നീട് അതിലേക്ക് സവാള അരിഞ്ഞിട്ടു, അതിന് ശേഷം പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഉലുവ, അതുപോലെ തക്കാളി, മല്ലിച്ചപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, മുളക്, അങ്ങനെ തുടങ്ങിയതെല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇട്ടു നന്നായിട്ട് കൈ ഇട്ടിട്ടോ അല്ലെങ്കിൽ കയ്യിലിട്ടിട്ടോ നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ട് വെക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഗ്യാസ് വേവിക്കാൻ വെക്കുക. മസാലയും ഒക്കെ ഇട്ട് ഇറച്ചി നമ്മൾ എന്താക്കിയിട്ടുണ്ട്, നന്നായി ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് 1 കപ്പ് വെള്ളം ഒഴിക്കുക. ഈ വെള്ളം ഒഴിച്ചു. ഇനി കുക്കറിൽ വെച്ച് ഗ്യാസിൽ വെക്കുക. ഒരു 4 വിസിലടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. 8 വിസിലാണല്ലോ, സോറി, നമുക്ക് കുക്കിംഗ് അറിയില്ലല്ലോ. 8 വിസിലാണ് ഇത്ര കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞു. ഇനി കുക്കർ അടക്കുക. കുക്കർ ഇടുന്ന സമയത്ത് ഇതിന്റെ വിസിലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ നേരത്തെ ഗ്യാസിൽ വെച്ച ബീഫ് വിസിലടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കുക്കിംഗ് ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല സെറ്റായി നിൽക്കുന്നുണ്ട് കറി. ഇനി ഇതൊന്ന് തൂമ്പിച്ച് മസാല ഒക്കെ ആക്കി എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. കണ്ടങ്ങള് വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ബീഫിന്റെ കറി ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ സിമ്പിൾ. ബീഫ് കറി ഉണ്ടാക്കാൻ ഒരു പ്രയാസമില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പൊ ബീഫ് നന്നായി വെന്ത് കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം നല്ല പച്ച വെളിച്ചെണ്ണ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എന്താക്കുക ഒഴിച്ചു കൊടുക്കുക. പച്ച വെളിച്ചെണ്ണ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നല്ല മല്ലിയിലയും അതുപോലെ കറിവേപ്പിന്റെ ഇലയും നന്നായി അരിഞ്ഞു കൊടുത്ത് അത് കൈ കൊണ്ട് പൊട്ടിച്ചിട്ട് എന്താക്കുക, അതും ഇതിലേക്കൊന്ന് നേരെ ഇട്ട് കൊടുക്കുക. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം നന്നായി ഒന്ന് അടച്ചു വെക്കുക. ഓക്കെ, നമ്മുടെ ബീഫ് കറി എടുക്കുക കഴിഞ്ഞു.